Next we are discussing about the anatomy of dicot and monocot plants. എന്താണ് dicot എന്താണ് monocot എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. സിംഗിൾ കോട്ടിലേഡൺ ആണെങ്കിൽ മോണോകോട്ടും രണ്ട് കോട്ടിലേഡൺ ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ഡൈക്കോട്ട് പ്ലാന്റ്സുകൾ എന്ന് വിളിക്കും. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താണ്? anatomy of dicotyledonous root. After that anatomy of dicotyledonous stem, പിന്നീട് anatomy of monocotyledonous root and monocotyledonous stem. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ടിഷ്യൂ സിസ്റ്റത്തിൽ എന്തെല്ലാം പഠിക്കണം? നമുക്ക് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം പഠിക്കണം, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം പഠിക്കണം, അതുപോലെ തന്നെ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം പഠിക്കണം. അപ്പൊ ഈ പറഞ്ഞ മൂന്നും നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇത് എങ്ങനെയാണ് ഡൈക്കോട്ട് റൂട്ടുകളിൽ കാണപ്പെടുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ അനാട്ടമി അല്ലെ. അനാട്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് internal structure and tissues, that is called anatomy. So here we are discussing about the anatomy of dicotyledonous root or dicot root. Look, this is one of the cross sectional view of the dicotyledonous root. നമ്മൾ ഒരു റൂട്ടിനെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അതിന്റെ ഒരു enlarged പോർഷൻ ആണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലുക്ക്, ഇവിടെ ഈ കാണുന്ന ആദ്യത്തെ പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. റൂട്ടിൽ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിനെ നമ്മൾ വേറൊരു പേര് വിളിക്കും, അല്ലെങ്കിൽ എപ്പിഡെർമിസിനെ വേറൊരു പേര് വിളിക്കാറുണ്ട്, എപ്പിബ്ലമ എന്ന് വിളിക്കാറുണ്ട്. റൂട്ടുകളിൽ എപ്പിഡെർമിസിനെ വേറൊരു പേരിൽ കൂടി അറിയപ്പെടാറുണ്ട്. എന്താണ് അറിയപ്പെടുന്നത്? എപ്പിബ്ലമ. നോക്കുക, ഇതൊരു ട്രാൻസ്വേഴ്സ് സെക്ഷൻ ആണ്. സൺഫ്ലവറിന്റെ ഒരു ട്രാൻസ്വേഴ്സ് സെക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സൺഫ്ലവർ റൂട്ട് ഉണ്ടല്ലോ, സൺഫ്ലവർ റൂട്ടിന്റെ ഒരു ട്രാൻസ്വേഴ്സ് സെക്ഷൻ അല്ലെങ്കിൽ TS ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുമുള്ള ടിഷ്യൂസുകൾ ഏതൊക്കെയാണ്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം ആണ്. ഈ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അത് നമ്മൾ ഇനി ഡൈക്കോട്ട് റൂട്ടുകളിൽ എങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. സോ this particular TS of the root consists of following tissues: epidermis or epiblema, cortex, endodermis and stele. First one, epidermis. We know that the outermost part of the stem, that is called epidermis. outermost layer ആണ് എന്തെന്ന് പറയുന്നത്? എപ്പിഡെർമിസ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? റൂട്ടിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ആ റൂട്ടിലെ എപ്പിഡെർമിസുകളിൽ എന്ത് കാണപ്പെടും? എപ്പിഡെർമൽ അപ്പൻഡേജസുകൾ കാണപ്പെടും. In root, the epidermal appendages is called a root hair, that is unicellular, that is helping for absorbing water and mineral from soil. So unicellular ആയിട്ടുള്ള എന്ത് കാണപ്പെടുന്നുണ്ട്? ഒരു റൂട്ട് ഹെയർ എവിടെ കാണപ്പെടുന്നുണ്ട്? ഡൈക്കോട്ട് റൂട്ടുകളിൽ കാണപ്പെടുന്നുണ്ട്. The next part is called cortex. Cortex എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the region between the epidermis and stele. The region between the epidermis and stele, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ കോർട്ടെക്സ് is coming under the category of ground tissue system, that is made up of either parenchyma or collenchyma or sclerenchyma. ആ ഒരു പാർട്ടിനെയാണ് കോർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. സ്റ്റീൽ എന്താണെന്ന് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടാണ്. നോക്കുക, ഈ ഒരു പാർട്ട് ഒന്നുകിൽ പാരൻകൈമ സെല്ലുകളാകാം, അല്ലെങ്കിൽ കോളൻകൈമ ആകാം, അല്ലെങ്കിൽ സ്ക്ലിറൻകൈമ ആകാം. അതിന്റെ ഇടയിൽ സ്പേസുകൾ, ഇന്റർസെല്ലുലാർ സ്പേസുകൾ ഉണ്ടാകാം, ചിലപ്പോൾ ടൈറ്റ്ലി പാക്ഡ് ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, കോർട്ടെക്സ് കേസ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെവറൽ ലെയേഴ്സ് ഓഫ് തിൻ വോൾഡ് പാരൻകൈമാറ്റസ് സെൽസ് വിത്ത് ഇന്റർസെല്ലുലാർ സ്പേസസ്. ഈ ഒരു ഡൈക്കോട്ട് റൂട്ടിന്റെ കേസ് എടുത്താൽ അതിന്റെ കോർട്ടെക്സ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? പാരൻകൈമ സെല്ലുകൾ കൊണ്ടാണ്. ഇതെല്ലാം എന്താണ്? പാരൻകൈമ സെല്ലിന്റെ പാർട്ടുകളാണ്. നമ്മൾ ഇതൊരു അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണെങ്കിൽ എങ്ങനെ വരും? ഒരു സ്പെറിക്കൽ അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും ഇത് വരുന്നത് അല്ലേ. നമ്മളിപ്പോ എടുത്തേക്കുന്നത് ഒരു enlarged പോർഷൻ ആണ് എടുത്തിരിക്കുന്നത്. ഒരു പാർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു പാർട്ടിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. That cortex is made up of parenchymatous cells with intercellular spaces. Look, there is a space between the cells. Next part is endodermis. What is endodermis? Innermost layer of the cortex. Look, ഇതാണ് കോർട്ടെക്സ്. ഈ കോർട്ടെക്സ് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ എത്തി നിൽക്കുന്നു. ഈ ഒരു പാർട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? എൻഡോഡെർമിസ്. അതായത് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം തുടങ്ങുന്നതിന് മുമ്പ് വരെയുള്ള ഭാഗം എന്താണ്? നമ്മുടെ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം പാർട്ടാണ്. അപ്പോൾ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം പാർട്ടിൽ വരുന്നതാണ് എന്ത്?
എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. സോ എൻഡോഡെർമിസ് is the innermost layer of the cortex. Cortex ഒരു ഗ്രൗണ്ട് ടിഷ്യൂവിന്റെ ഭാഗമാണ്. അപ്പോൾ എൻഡോഡെർമിസും എന്ത് തന്നെയാണ്? ഗ്രൗണ്ട് ടിഷ്യൂസിന്റെ ഭാഗമാണ്. ആ പറയുന്ന കോർട്ടെക്സും അതുപോലെ തന്നെ എൻഡോഡെർമിസും എന്തുകൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? പാരൻകൈമാറ്റസ് സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതൊരു സിംഗിൾ ലെയർ ആയിട്ടുള്ള പാരൻകൈമാറ്റസ് സെൽസ് ആയിരിക്കും. ഈ കാണുന്ന സിംഗിൾ ലെയർ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഇന്നർമോസ്റ്റ് പാർട്ട് ഓഫ് ദ കോർട്ടെക്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എൻഡോഡെർമിസ് എന്ന് പറയുന്നു. അവിടെയും എന്ത് കാണപ്പെടുന്നില്ല? ഇന്റർസെല്ലുലാർ സ്പേസസ് കാണപ്പെടുന്നില്ല. അതായത് between the cells there is no space found in where endodermis. ഈ ഒരു പാർട്ട് കാണുന്നുണ്ട്. നമ്മുടെ കോർട്ടെക്സ് കഴിഞ്ഞിട്ടതായി വരച്ചിരിക്കുന്ന ഈ റൗണ്ടിലുള്ള ഒരു പാർട്ട്, ഒരു ലൈറ്റ് പിങ്ക് കളറിൽ കാണപ്പെടുന്ന പാർട്ട്, അതാണ് എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. ആ എൻഡോഡെർമിസിന്റെ ടാൻജൻഷ്യൽ വോളും റേഡിയൽ വോളുകളൊക്കെ എങ്ങനെയായിരിക്കും? ഇത്തിരി തിക്കൻഡ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സ്യൂബറിൻ ഡെപ്പോസിഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ എൻഡോഡെർമിസിന്റെ ടാൻജൻഷ്യൽ വോളുകളും അതുപോലെ തന്നെ റേഡിയൽ വോളുകളും തിക്കൻഡ് ആയിട്ട് കാണപ്പെടാറുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കാസ്പാരിയൻ സ്ട്രൈപ്പ്. എന്താ വിളിക്കുന്നത്? കാസ്പാരിയൻ സ്ട്രൈപ്പ്. These stripes are water impermeable. The same time these are the waxy material. Because of the suberin coating, that particular tangential and radial wall of the endodermal cell is thickened. That particular part is impermeable to water. എന്നാൽ ഈ പറയുന്ന എൻഡോഡെർമിസിന്റെ എല്ലാ ഭാഗങ്ങളിലും എന്തില്ല? കാസ്പാരിയൻ സ്ട്രൈപ്സ് ഇല്ല. ടാൻജൻഷ്യൽ ആൻഡ് റേഡിയൽ വോൾസുകൾ മാത്രമാണ് തിക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ള ഭാഗങ്ങളിൽ, അതായത് ടാൻജൻഷ്യലും റേഡിയലും അല്ലാത്ത ഭാഗങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെയൊന്നും എന്തില്ല? ഈ തിക്ക് കോട്ടിംഗ് കാണപ്പെടുന്നില്ല. ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? പാസേജ് സെൽ. എന്താ വിളിക്കുന്നത്? പാസേജ് സെൽ. അപ്പൊ ഈ ഒരു പാസേജ് സെല്ലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് പാർട്ട് അലൗ ദ വാട്ടർ ഫ്രം വൺ ടു അനദർ. അതിലൂടെ എന്തിനു കടന്നു പോകാം? വാട്ടറിന് കടന്നു പോകാൻ പറ്റും. എന്നാൽ കാസ്പാരിയൻ സ്ട്രൈപ്സ് ഉള്ള എൻഡോഡെർമിസ് പാർട്ടുകളിലൂടെ കടന്നു പോകാൻ പറ്റത്തില്ല. അപ്പോൾ കാസ്പാരിയൻ സ്ട്രൈപ്സ് എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ റേഡിയൽ വോളുകളിൽ കാണപ്പെടുന്നതാണ്. അത് തിക്കൻഡ് ആണ്. അപ്പൊ അത് വാട്ടർ ഇംപെർമിയബിൾ ആണ്. എന്നാൽ അതേ എൻഡോഡെർമിസിലെ ചില പാർട്ടുകൾ എന്തല്ല? കാസ്പാരിയൻ സ്ട്രൈപ്സുകൾ കാണുന്നില്ല. അത്തരം സെല്ലുകളെ വിളിക്കുന്ന പേരാണ് പാസേജ് സെൽ. അതെന്താണ്? വാട്ടർ പെർമിയബിൾ ആണ്. വാട്ടറിനെ കടത്തിവിടുന്ന ഒരു പാർട്ടാണ്. എവിടത്തെ? എൻഡോഡെർമിസിലെ വാട്ടറിനെ കടത്തിവിടുന്ന ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? പാസേജ് സെൽ എന്ന് പറയുന്നത്. Is it clear? Next part is called a stele. What is stele? The central portion of the root is called a stele. Root or stem, that is called a stele. All tissue on the inner side of the endodermis together constitute a stele. Or we can say that the central part of the plant stem or root, that is called a stele. This part is called a stele. ഓൾറെഡി നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ എപ്പിഡെർമിസ് പറഞ്ഞു, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ കോർട്ടെക്സ് മുതൽ എൻഡോഡെർമിസ് പറഞ്ഞു അല്ലെ. ഇനി എൻഡോഡെർമിസിനുള്ളിലേക്കുള്ള എല്ലാ പാർട്ടുകളെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റീൽ. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് നേരത്തെ കോർട്ടെക്സ് പറഞ്ഞപ്പോൾ ഒരു ഡിഫിനിഷൻ പറഞ്ഞത്. കോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റീജിയൻ ബിറ്റ്വീൻ ദ എപ്പിഡെർമിസ് ആൻഡ് സ്റ്റീൽ എന്ന് പറഞ്ഞു. കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എവിടം മുതലാണ് എവിടം വരെയാണ്? ഈ ഒരു പാർട്ട് മുതൽ എൻഡോഡെർമിസ് വരെയാണ് എന്തെന്ന് പറയുന്നത്? കോർട്ടെക്സ് എന്ന് പറയുന്നത് അല്ലെ. ബിലോ ദ എപ്പിഡെർമിസ് മുതൽ എൻഡോഡെർമിസ് വരെ നമുക്ക് എന്തെന്ന് പറയാം? കോർട്ടെക്സ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റീൽ. വാട്ട് ഈസ് സ്റ്റീൽ? The centralmost part of the root or stem, that is called stele. Or we can say that all tissue on the inner side of the endodermis together constitute stele. It include pericycle, pith, then conjunctive tissue and vascular bundle. എന്താണ് ഇതെന്നൊക്കെ നമ്മളിപ്പോൾ പഠിക്കാൻ പോവുകയാണ്. വാസ്കുലർ ബണ്ടിൽ എന്താണെന്ന് നമുക്കറിയാം. സൈലവും ഫ്ലോയവുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പെരിസൈക്കിൾ, പിത്ത്, കൺജങ്ക്റ്റീവ് ടിഷ്യൂ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. സോ സ്റ്റീലിലെ ഫസ്റ്റ് പാർട്ടാണ് എന്ത്? പെരിസൈക്കിൾ എന്ന് പറയുന്നത്. വാട്ട് ഈസ് പെരിസൈക്കിൾ? എ ഫ്യൂ ലെയേഴ്സ് ഓഫ് thick walled parenchymatous cells, that is called a pericycle. This pericycle is help to formation of lateral roots and helps to formation of vascular cambium. Vascular cambium form ചെയ്യാനും lateral roots form ചെയ്യാനും ഏത് സെല്ലുകൾ സഹായിക്കുന്നു? പെരിസൈക്കിൾ സഹായിക്കുന്നു. എന്താണ് പെരിസൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡോഡെർമിസിന് താഴെയായി കാണപ്പെടുന്ന few layers of thick walled parenchymatous സെല്ലുകളെയാണ് എന്തെന്ന് പറയുന്നത്? പെരിസൈക്കിൾ എന്ന് പറയുന്നത്. The next part is called pith. What is pith? Innermost region. Look, this part is called pith. Here that particular pith is small.
ഡൈക്കോട്ട് റൂട്ടുകളിൽ പിത്തിന്റെ പ്രത്യേകത എന്താണ്? സ്മോൾ പിത്തായിരിക്കും കാണപ്പെടുന്നത്. ആ പിത്ത് നിർമ്മിച്ചിരിക്കുന്നതും പാരൻകൈമാറ്റ സെല്ലുകൾ കൊണ്ട് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോ റൂട്ട് എടുക്കുകയാണെങ്കിൽ പിത്ത് പ്രസന്റ് ആണ്, പക്ഷെ പിത്തിന്റെ പ്രത്യേകത എന്താണ്? സ്മോൾ പാർട്ടാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്മോൾ പിത്താണ് എവിടെ കാണപ്പെടുന്നത്? റൂട്ടുകളിൽ കാണപ്പെടുന്നത്. അപ്പൊ പിത്ത് എന്ന് പറഞ്ഞാൽ സെൻട്രൽ പാർട്ട് ഓഫ് ദ സ്റ്റീൽ ആണ്. സെൻട്രൽ പാർട്ട് ഓഫ് ദ റൂട്ട് ഓർ സ്റ്റെം ആണ് സ്റ്റീല്. എന്നാൽ സെൻട്രൽ പാർട്ട് ഓഫ് ദ സ്റ്റീലിന്റെ സെൻട്രൽ പാർട്ട് ആണ് എന്തെന്ന് പറയുന്നത്? പിത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, conjunctive tissue. What is conjunctive tissue? In root, the parenchymatous cells which lie between the xylem and phloem. റൂട്ടുകൾ എടുക്കുകയാണെങ്കിൽ ആ റൂട്ടുകളിൽ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിലായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? There is a parenchymatous cells. Other than the pith, there is a parenchymatous cells. പിത്ത് സെന്ററിലാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു. അതുകൂടാതെ ഈ കാണപ്പെടുന്ന parenchymatous സെല്ലുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കൺജങ്ക്റ്റീവ് ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റീലിനകത്തെ വാസ്കുലാർ ബണ്ടിലുകളായ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ കാണപ്പെടുന്ന പാരൻകൈമാറ്റസ് സെല്ലുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? കൺജങ്ക്റ്റീവ് ടിഷ്യൂ. അപ്പൊ നമുക്ക് പറയാം, ഡൈക്കോട്ട് റൂട്ടുകളിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? കൺജങ്ക്റ്റീവ് ടിഷ്യൂസുകൾ കാണപ്പെടുന്നുണ്ട്. റൂട്ടുകളിൽ കൺജങ്ക്റ്റീവ് ടിഷ്യൂസ് കാണപ്പെടുന്നുണ്ട്. Is it clear? Then another one is called vascular bundle. Vascular bundle എന്ന് പറഞ്ഞാൽ എന്താണ്? Xylem and phloem constitute a vascular bundle. Here 2 to 4 xylem and phloems patches are present. Look, phloem patches ഉം xylem patches ഉം ഇവിടെ നമുക്ക് കാണാം. ഇവിടത്തെ സൈലത്തിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചായിരുന്നല്ലോ. സോ നമ്മൾ പഠിക്കുന്നത് ഡൈക്കോട്ട് റൂട്ട് ആണ്. അപ്പോൾ ആ ഡൈക്കോട്ട് റൂട്ടിൽ സൈലവും ഫ്ലോയും എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വാസ്കുലാർ ബണ്ടിലുകൾ റൂട്ടിൽ എങ്ങനെയാണ്? റേഡിയൽ ടൈപ്പ് വാസ്കുലാർ ബണ്ടിൽ അല്ലെ. സൈലം ബണ്ടിലും ഫ്ലോയം ബണ്ടിലും കാണപ്പെടുന്നത് ഡിഫറെന്റ് റേഡിയസിലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ആ ഡിഫറെന്റ് റേഡിയസിൽ കണ്ടാലും അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് വിളിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ സൈലത്തിന്റെ കണ്ടീഷൻ എന്താണ്? We already know that in all root the xylem condition is exarch xylem. All root, that is dicot root or monocot root, the xylem condition is exarch. What is exarch? Metaxylem face towards the center, that is pith, and protoxylem lie towards the periphery. Look, പ്രോട്ടോസൈലം കാണപ്പെടുന്നത് എവിടെയാണ്? പെരിഫറൽ പാർട്ടിലേക്കും. എന്നാൽ മെറ്റാസൈലം, ലാർജ് സൈലം കാണപ്പെടുന്നത് എവിടേക്കാണ്? സെൻട്രൽ ഭാഗത്തേക്കുമാണ്. ദിസ് ടൈപ്പ് ഓഫ് സൈലം കണ്ടീഷൻ ഈസ് കോൾഡ് എ exarch xylem. So we can say that vascular tissues or vascular bundles in dicot root is exarch. Is it clear? Exarch. അതുപോലെ തന്നെ 2 to 4 xylem or phloems are present here അല്ലേ. ഇതൊരു റിംഗ് പോലെയാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. This is the anatomical structure of dicot root. അപ്പോൾ ഒരു റൂട്ട് എടുത്തപ്പോഴത്തേക്ക് നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, അതുപോലെ തന്നെ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റവും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പോൾ ടേംസുകളെല്ലാം മനസ്സിലായല്ലോ. നെക്സ്റ്റ് വൺ, monocot root. We already understood the characteristics feature of anatomy of dicot root. So the same things here also we are discussing monocot root. What are the tissues present in monocot root? Epidermal tissue system. There is root hair is present. The next one is the ground tissue system part, that is called cortex. Till endodermis we can call cortex. Endodermis il endu kaanapadunnuണ്ട്? Tangential wall-um radial wall-um thickening kaanapadunnuണ്ട്. That is called Casparian stripes or Casparian thickening ennu parayunnu. അതുപോലെ തന്നെ അതിനകത്തായിട്ട് few layers എന്ത് കാണപ്പെടുന്നുണ്ട്? പെരിസൈക്കിളുകൾ കാണപ്പെടുന്നുണ്ട്. സെൻട്രൽ ആയിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? പിത്ത് കാണപ്പെടുന്നുണ്ട്. That pith is large and well developed as compared with dicot root. Monocot root pith is large and well developed. പിന്നെ ഒരു ഡിഫറൻസ് ഇവിടെ വരുന്നത് എന്താണ്? മോണോകോട്ട് റൂട്ടുകളിൽ സൈലവും ഫ്ലോയവും അല്ലെങ്കിൽ നമ്മുടെ വാസ്കുലാർ ബണ്ടിലുകളിലുള്ള സൈലവും ഫ്ലോയവും എന്ന് പറഞ്ഞാൽ അതിന്റെ എണ്ണം എന്ന് പറയുന്നത് മോർ ദാൻ 6 ആണ്. യൂഷ്വലി മോർ ദാൻ 6 വി ആർ കോളിംഗ് പോളിയാർക്ക് കണ്ടീഷൻ ആണെന്ന് പറയാം. പോളിആർ, ഒരുപാട് സൈലം ബണ്ടിലും ഫ്ലോയം ബണ്ടിലും ഇവിടെ കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഡൈക്കോട്ട് റൂട്ടുകളിൽ എങ്ങനെയായിരുന്നു? 2 to 4 ഫ്ലോയം ബണ്ടിൽസ് ആണ് കണ്ടതെങ്കിൽ മോണോകോട്ട് റൂട്ടുകളിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? മോർ ദാൻ 6 വാസ്കുലാർ ബണ്ടിൽ വി ക്യാൻ സീ. ഓക്കെ, അതൊരു ഡിഫറൻസ് ആണ്. അതുപോലെ തന്നെ വേറൊരു ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്, പിത്ത് സ്മോൾ ആണ് ഏതില്?
ഡൈക്കോട്ട് റൂട്ടുകളിൽ, എന്നാൽ മോണോകോട്ട് റൂട്ടുകളിൽ പിറ്റ് എങ്ങനെയാണ്? ലാർജ് ആണ്. എന്നാൽ ഇവിടത്തെയും സൈലത്തിന്റെ കണ്ടീഷൻ എന്ത് തന്നെയാണ്? എക്സാക്ട് സൈലമാണ്. നോക്കുക, മെറ്റാസൈലം ലൈക്ക് ടുവേഴ്സ് ദ സെന്റർ ആൻഡ് പ്രോട്ടോസൈലം ലൈക്ക് ടുവേഴ്സ് ദ പെരിഫറി. Is it clear? There is no secondary growth. Next one is the dicotyledonous stem. Dicotyledonous stems consider ചെയ്യുകയാണെങ്കിൽ അവിടെയും എന്തെല്ലാം ഉണ്ട്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം is there, ground tissue system is there, then vascular tissue system is there. Epidermal tissue system എടുക്കുകയാണെങ്കിൽ it is the outermost protective layer covered with a thin layer of cuticle. Cuticle നമുക്ക് എവിടെ കാണാൻ പറ്റുന്നുണ്ട്? ഡൈക്കോട്ട് സ്റ്റെമുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ എപ്പിഡെർമൽ അപ്പൻഡേജസുകളായിട്ടുള്ള ട്രൈകോംസുകൾ കാണപ്പെടുന്നുണ്ട്. എപ്പിഡെർമൽ ഹെയർ that is called trichomes in where stem. അത് മൾട്ടിസെല്ലുലാർ ആണ്. അത് ബ്രാഞ്ചഡ് ആകാം, അൺബ്രാഞ്ചഡ് ആകാം. Next part is the cortex. What is cortex? The region between the epidermis and the stele, that is called cortex. The region between the epidermis and the stele, that is this part. Okay, ഈ ഒരു പാർട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? കോർട്ടെക്സ് എന്ന് പറയുന്നത്. അത് 3 സോൺ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഹൈപ്പോഡെർമിസ്, ഫോളോഡ് ബൈ കോർട്ടിക്കൽ ലെയർ ആൻഡ് എൻഡോഡെർമിസ്. Hypodermis. What is hypodermis? Hypodermis is the outer zone just below the epidermis. നോക്കുക, ഈ എപ്പിഡെർമിസിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു പാർട്ടിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹൈപ്പോഡെർമിസ് എന്ന് വിളിക്കുന്നത്. ആ ഹൈപ്പോഡെർമിസ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോളൻ കൈമാ സെല്ലുകൾ കൊണ്ടാണ്. കോളൻ കൈമാ സെൽസ് ആർ വൺ കൈൻഡ് ഓഫ് ദ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആ കോളൻ കൈമാ സെല്ലുകൾ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ഡൈക്കോട്ട് സ്റ്റെമുകളിൽ ഹൈപ്പോഡെർമിസ് നിർമ്മിച്ചിരിക്കുന്നത്. These collenchyma cells are helps to provide the mechanical strength to end stem. End സ്റ്റെമുകൾക്ക് മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് കോളൻകൈമ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെമുകളിൽ കോർട്ടെക്സ് റീജിയണിൽ ആദ്യം കാണപ്പെടുന്ന പാർട്ട് ഏതാണ്? ഹൈപ്പോഡെർമിസ് പാർട്ടാണ്. That particular parts are found just below the epidermis. Below the epidermis കാണപ്പെടുന്ന few layers ആണ് എന്തെന്ന് പറയുന്നത്? Few layers of cells ആണ്, or few layers of collenchyma cells ആണ് എന്തെന്ന് പറയുന്നത്? ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത്. ഇനി അതിന് താഴെയായിട്ട് ഈ പറയുന്ന കോളൻകൈമ സെൽസിന് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് കോർട്ടിക്കൽ ലെയർ, അല്ലെങ്കിൽ നമുക്ക് വിളിക്കാം ജനറൽ കോർട്ടെക്സ്. കോർട്ടിക്കൽ ലെയർ അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് ജനറൽ കോർട്ടെക്സ്. ആ ഒരു ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പാരൻകൈമ സെല്ലുകൾ കൊണ്ടാണ്, വിത്ത് ഇന്റർസെല്ലുലാർ സ്പേസസ്. ഇവിടെ നോക്കുക, ഈ ഒരു ഭാഗം ഹൈപ്പോഡെർമിസ് എവിടെ പ്രസന്റ് ആണ്? ഡൈക്കോട്ട് സ്റ്റെമുകളിൽ പ്രസന്റ് ആണ്. അതോടൊപ്പം തന്നെ ഹൈപ്പോഡെർമിസിന് താഴെയായിട്ട് നെക്സ്റ്റ് ടു ഹൈപ്പോഡെർമിസ് what type of cells are present in cortex area? Parenchyma cells. That is called general cortex or cortical layer. Below the cortical layer there is another one of the part that is called endodermis, or we can call it is the innermost part of the cortex. That particular cortex contain starch grains are present, so we can call that is starch sheath. അതുകൊണ്ട് തന്നെ ഈ ഒരു എൻഡോഡെർമിസ് പാർട്ടിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്റ്റാർച്ച് ഷീറ്റ് എന്ന് വിളിക്കാം. കാരണം ഡൈക്കോട്ട് സ്റ്റെമുകളിൽ എൻഡോഡെർമിസിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? സ്റ്റാർച്ച് ഗ്രെയിനുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻഡോഡെർമിസിനെ എന്തെന്ന് വിളിക്കുന്നുണ്ട്? സ്റ്റാർച്ച് ഷീറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. The next part is stele. What is stele? The central part of the innermost endodermis is called stele. അല്ലേ? എൻഡോഡെർമിസിന്റെ അകത്തുള്ള സെൻട്രൽ പാർട്ട്, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റീൽ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഭാഗമാണ് എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റീൽ എന്ന് വിളിക്കുന്നത്. ഇവിടെയും നമ്മളൊരു ലാർജ് പോർഷൻ ആണ് എടുത്തേക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു ക്രോസ് സെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. അതിലെ ഈ ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ സെല്ലുകൾ വെച്ച് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ സ്റ്റീൽ എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം വരണം? വാട്ട് ഈസ് സ്റ്റീൽ? ഇറ്റ് ഈസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ innermost endodermis, that is called stele, which consists of pericycle, vascular bundle, medullary rays and pith. റൂട്ടിൽ എന്തായിരുന്നു? പെരിസൈക്കിൾ, വാസ്കുലാർ ബണ്ടിൽ, കൺജങ്ക്റ്റീവ് ടിഷ്യൂസ് ആൻഡ് പിത്ത് ആയിരുന്നെങ്കിൽ സ്റ്റെം എടുക്കുമ്പോൾ എന്ത് വരും? ഡൈക്കോട്ട് സ്റ്റെം എടുക്കുമ്പോൾ പെരിസൈക്കിൾ, വാസ്കുലാർ ബണ്ടിൽ, മെഡുലറി റൈസ് ആൻഡ് പിത്ത്. ഈസ് ഇറ്റ് ക്ലിയർ? ഡൈക്കോട്ട് സ്റ്റെമിലെ സ്റ്റീലിൽ കാണപ്പെടുന്ന ആദ്യത്തെ ഒരു പാർട്ടാണ് എന്ത്? പെരിസൈക്കിൾ. ദാറ്റ് പെരിസൈക്കിൾസ് ആർ സ്ക്ലീറൻകൈമാറ്റസ് പെരിസൈക്കിൾ. പെരിസൈക്കിൾ എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. എൻഡോഡെർമിസിന് താഴെ കാണപ്പെടുന്ന ഫ്യൂ ലെയേഴ്സ് ഓഫ് സെല്ലാണ് എന്തെന്ന് പറയുന്നത്? പെരിസൈക്കിൾ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? sclerenchymatous സെല്ലുകൾ കൊണ്ടാണ്. So sclerenchymatous pericycles are found in where? Dicot stem. Next one, medullary rays. What is medullary rays? These are the few layers of radially placed parenchymatous cells
between the xylem and phloem or vascular bundle. നേരത്തെ നമ്മൾ റൂട്ടിൽ പറഞ്ഞു വാസ്കുലാർ ബണ്ടിൽ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിലായിട്ട് കാണപ്പെടുന്ന പാരൻകൈമാറ്റസ് സെല്ലുകളെ കൺജങ്ക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സ്റ്റെമ്മുകളിൽ വാസ്കുലാർ ബണ്ടിലായ സൈലത്തിന്റെയും ഫ്ലോയത്തിനും ഇടയിൽ റേഡിയൽ ആയിട്ട് പാരൻകൈമാറ്റസ് സെല്ലുകളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് മെഡുല്ലറി റൈസ്. മെഡുല്ലറി റൈസ്. ഇനി വാസ്കുലാർ ബണ്ടിലിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്? ധാരാളം വാസ്കുലാർ ബണ്ടിൽ നോക്കുക. Many number of vascular bundles you can see in here. Large number of vascular bundle is present. അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഒരു റിംഗ് പോലെയാണ് എവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? വാസ്കുലാർ ബണ്ടിലുകൾ സ്റ്റെമ്മിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ വാസ്കുലാർ ബണ്ടിൽ എടുത്താലും അതെങ്ങനെയാണ്? കൺജോയിൻ കൊളാട്രൽ ഓപ്പൺ വാസ്കുലാർ ബണ്ടിലാണ്. എന്താണ് കൺജോയിൻ കൊളാട്രൽ ഓപ്പൺ വാസ്കുലാർ ബണ്ടില്? സൈലവും ഫ്ലോയവും ജോയിൻ ചെയ്തിരിക്കുകയാണ്. കൺജോയിൻ കൊളാട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം റേഡിയസിൽ സൈഡ് ബൈ സൈഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്തിനെ? സൈലവും ഫ്ലോയവും ചേർന്ന വാസ്കുലാർ ബണ്ടിലുകളെ. അതുകൊണ്ട് തന്നെ കൺജോയിൻ കൊളാട്രൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയാം. ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയാനുള്ള കാരണം എന്താണ്? Between the xylem and phloem there is a cambium. That is the reason why we can call that is open vascular bundle. Before I already mentioned, open vascular bundles are the characteristic feature of dicot stem. Dicot stem in a characteristic feature and the open vascular bundle. The same time here the xylem condition is endar. All the stem their xylem condition is endar. All the root their xylem condition is XR. So we already understood dicot root and monocot root their xylem condition is XR. But in the case of dicot stem and monocot stem or all the stem the xylem condition is endar. What do you mean by endar? Endar means protoxylem lie towards the center and metaxylem lie towards the periphery. That is called endark xylem. Look here, this is the metaxylem. That metaxylem face towards the cortex. Is it or periphery? The protoxylem or the small xylem lie towards the center. What is in center? Pith. That is called endark xylem. Then next one. Pith. What is pith? It is the central part of the steel or central part of the stem or root. That is called pith. That is large pith. Okay. Dicot സ്റ്റെമ്മുകളിലെ പിത്തിന്റെ പ്രത്യേകത എന്താ? ലാർജ് പിത്താണ്. അതെന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? പാരൻകൈമ സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്തും കാണപ്പെടുന്നുണ്ട്? ഇന്റർ സെല്ലുലാർ സ്പേസുകൾ ആ പിത്തിനിടയിലായിട്ട് കാണപ്പെടുന്നുണ്ട്. So pith is the central portion of the stem. It has many rounded parenchymatous cells with large intercellular spaces. This is the structure of dicot stem. പിത്തിന് വേറൊരു പേര് കൂടി അറിയപ്പെടുന്നുണ്ട്, മെഡുല്ല എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. Okay. Next one, monocot stem. What is monocot plants? We already know that particular plants consist of only one cotyledon. That is called monocot plant. If you consider the monocot stem, we can see that their anatomy consists of three parts. One is called epidermal tissue system, another one is ground tissue system, and another one is vascular tissue system. അപ്പോൾ monocot stem എടുത്താലും അവിടെ എപ്പിഡെർമിസ് എന്ന് പറഞ്ഞ ഒരു ഔട്ടർ മോസ്റ്റ് ലെയർ കാണപ്പെടും. ആ എപ്പിഡെർമിസിന്റെ ഒരു പ്രത്യേകതയാണ് അവിടെ എന്ത് കാണപ്പെടുന്നില്ല? ട്രൈകോംസുകൾ കാണപ്പെടുന്നില്ല. ട്രൈകോംസ് ആർ ആബ്സെന്റ് ഇൻ വെയർ? monocot stem, but the stomata and cuticles are present in where? monocot stem. ഈ monocot സ്റ്റെമ്മുകളിൽ എപ്പിഡെർമിസിന് മുകളിലായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? ക്യൂട്ടിക്കളും അതുപോലെ തന്നെ സ്റ്റൊമാറ്റകളും കാണപ്പെടുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ എന്ത് കാണപ്പെടുന്നില്ല? ട്രൈകോംസുകൾ കാണപ്പെടുന്നില്ല. Below the epidermis, the next part is called cortex. So the region just below the epidermis, that is called hypodermis. That hypodermis is made up of sclerenchymatous cell. Sclerenchymatous hypodermis ആയിരിക്കും എവിടെ കാണപ്പെടുന്നത്? നമ്മളുടെ monocot സ്റ്റെമ്മുകളിൽ കാണപ്പെടുന്നത്. Next one, the vascular bundle. If you consider the vascular bundle, we can see that xylem and phloem, but their arrangement is how like conjoined collateral closed vascular bundle. Conjoined collateral closed vascular bundle. Why is it called closed vascular bundle? Between the xylem and phloem there is no cambium. That is the reason why in monocot stem their vascular bundles are conjoined collateral closed vascular bundle. So the vascular bundles are numerous and scattered. If you observe this particular picture, we can see that here many vascular bundles are scattered here and there. That is the condition of vascular bundle in where monocot stem. Is it clear?
So this is one of the anatomical structure of monopod stem. If you look this particular picture, we can see that the peripheral part vascular bundle is smaller than that of the central part vascular bundle. ഇവിടെ വാസ്കുലർ ബണ്ടിൽ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? സ്കാറ്റർ ചെയ്തിട്ടാണ്, അതായത് ചിന്നിച്ചിതറി അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് അല്ലെ. ആ വാസ്കുലർ ബണ്ടിൽ എടുക്കുകയാണെങ്കിൽ അതിലെ ചെറിയ വാസ്കുലർ ബണ്ടിലുകളൊക്കെ എവിടെയായിരിക്കും? സ്മോൾ സൈസ് വാസ്കുലർ ബണ്ടിൽ we can see in peripheral part and large type of vascular bundle we can see in where? Central part. That is the condition of vascular bundle. വാസ്കുലർ ബണ്ടിൽ കൺജോയിൻ കൊളാറ്ററൽ ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ ആണ്. സൈലത്തിന്റെ കണ്ടീഷൻ എന്തായിരിക്കും? സ്റ്റെം ആയതുകൊണ്ട് തന്നെ സൈലം കണ്ടീഷൻ ഈസ് endark. Endark means protoxylem lie towards the center and metaxylem lie towards the periphery. That is the condition endark xylem. അപ്പോൾ എല്ലാ സ്റ്റെമുകളിലും എന്താണ്? സൈലം എൻഡാർക്ക് ആണ്. എല്ലാ റൂട്ടുകളിലും സൈലം എന്താണ്? എക്സാർക്ക് ആണ്. Here numerous vascular bundles are scattered here and there in ground tissue. അല്ലേ? ഗ്രൗണ്ട് ടിഷ്യൂവിൽ ഒരുപാട് വാസ്കുലർ ബണ്ടിൽസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. So we already discussed about the vascular bundle. Is it vascular bundle consists of xylem and phloem? If you consider the xylem vessels are oval or round shape. ഒന്നുകിൽ ഓവൽ ഷേപ്പോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലോ ആയിരിക്കും സൈലം വെസൽസുകൾ കാണപ്പെടുന്നത്. ആ സൈലം വെസൽസുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വി ഓർ വൈ ഷേപ്പിലായിരിക്കും. വി ഓർ വൈ ഷേപ്പ് നോക്കുക. അപ്പൊ ഇവിടത്തെ ഇത് രണ്ടും എന്താണ്? മെറ്റാസൈലംസുകളാണ്. ഈ രണ്ട് മെറ്റാസൈലംസുകള് വൈയുടെ ആമായിട്ട് ഫോം ചെയ്യും. നമ്മളിപ്പോ വൈ എന്നുള്ള ഒരു ലെറ്റർ എഴുതുമ്പോൾ അതിന്റെ രണ്ട് ആമുകൾ പോലെ ആണ് എന്ത് കാണപ്പെടുന്നത്? മെറ്റാസൈലംസ് എവിടെ കാണപ്പെടുന്നത്? നമ്മളുടെ മോണോകോട്ട് സ്റ്റെമുകളിൽ കാണപ്പെടുന്നത്. പിന്നെ പ്രോട്ടോസൈലം ആ വൈയുടെ ടെയിൽ ഉണ്ടല്ലോ, വൈ എന്നുള്ള ലെറ്റർ എഴുതുമ്പോൾ ആ ടെയിൽ ഉണ്ടല്ലോ, ആ ടെയില് പോലെ ആയിരിക്കും എന്ത് കാണപ്പെടുന്നത്? പ്രോട്ടോസൈലം കാണപ്പെടുന്നത്. അപ്പോ ഇവിടുത്തെ സൈലം വെസൽസ് ഓവൽ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. അതിന്റെ അറേഞ്ച്മെന്റ് ഒന്നുകിൽ വി ഷേപ്പ് ആയിട്ട് നമുക്ക് പറയാം. നമുക്ക് ഇതൊരു വി ഷേപ്പ് ആയിട്ടോ അല്ലെങ്കിൽ വൈ ഷേപ്പ് ആയിട്ടോ നമുക്ക് ഇതിനെ പറയാം. ആ വൈ ഷേപ്പിലെ രണ്ട് മെറ്റാസൈലംസ് ആയിരിക്കും അതിന്റെ വൈയുടെ ആംസ് ആയിട്ടും അതിന്റെ ടെയിൽ ആയിട്ടും എന്ത് കാണപ്പെടുന്നുണ്ട്? പ്രോട്ടോസൈലവും കാണപ്പെടുന്നുണ്ട്. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് മോണോകോട്ട് സ്റ്റെം. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെം, മോണോകോട്ട് സ്റ്റെം, ഡൈക്കോട്ട് റോഡ്, മോണോകോട്ട് റോഡ്, ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചറും പഠിച്ചു വെക്കുക. നമ്മൾ നന്നായിട്ട് ആ ഒരു ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റവും എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റവും വാസ്കുലർ ടിഷ്യൂ സിസ്റ്റവും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് എഴുതാനായിട്ട് എളുപ്പമാണ്. ഇതിൽ നിങ്ങൾക്ക് എക്സാമിന് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസുകൾ വരുന്നതാണ്. പിക്ചറുകൾ ഇമ്പോർട്ടന്റുമാണ്. ഓക്കെ. Next we are discussing about the leaf anatomy of dicot and monocot plants. First one, dicot leaf anatomy, or we can say that dorsiventral leaf anatomy. Dicot leaf, another name is called dorsiventral leaf. If you consider one of the vertical section of dicot leaf, you will get three parts. One is called epidermal part, another one is called mesophyll part, another one is called vascular part. Before we already mentioned epidermal tissue system, ground tissue system and vascular tissue system. Here the ground tissue system is composed of chlorenchymatous cells, that is called a mesophyll. Instead of cortex we are calling here what? Mesophyll. So first we are discussing the epidermis. If you consider the epidermis, we can see that upper and lower epidermis in where? Leaf. Because the reason we are taking the vertical section of the leaf, so we will get upper and lower epidermis. Upper epidermis is called adaxial epidermis and the lower epidermis is called abaxial epidermis. Upper and lower epidermis is covered with a waxy coating layer, that is called cuticle. അപ്പറിലും ലോവറിലുമായിട്ട് വാക്സി കോട്ടിംഗ് ലെയർ ഉണ്ട്. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്യൂട്ടിക്കിൾ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രത്യേകതയുള്ള എന്താണ്? അബാക്സിയൽ എപ്പിഡെർമിസിൽ, അബാക്സിയൽ എപ്പിഡെർമിസ് ഓഫ് ലീഫ്, ഡൈക്കോട്ട് ലീഫിന്റെ ലോവർ എപ്പിഡെർമിസ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? സ്റ്റൊമാറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വി ഓൾറെഡി നോ ദാറ്റ് വാട്ട് ഈസ് സ്റ്റൊമാറ്റ ആൻഡ് ദ ഫങ്ഷൻസ് ഓഫ് സ്റ്റൊമാറ്റ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ. അപ്പൊ അപ്പർ എപ്പിഡെർമിസിൽ എന്ത് കാണുന്നില്ല? സ്റ്റൊമാറ്റയില്ല. ലോവർ എപ്പിഡെർമിസിലാണ് എന്ത് കാണപ്പെടുന്നത്? സ്റ്റൊമാറ്റ കാണപ്പെടുന്നത്. ഏത് കേസിലാണ്? ഡൈക്കോട്ട് ലീഫിന്റെ കേസുകളിൽ സ്റ്റൊമാറ്റ കാണപ്പെടുന്നത് ലോവർ എപ്പിഡെർമിസിലാണ്. Next one, mesophyll. What is mesophyll tissue? We already learned about the ground tissues in leaf is composed of thin-walled chlorenchymatous cell, that is called mesophyll. Chlorenchyma is what? This is the parenchymatous cells with chloroplast, that is called chlorenchymatous cells. Is it clear?
So the mesophyll cells are found between the upper and lower epidermis, which means between the upper epidermis or adaxial epidermis and abaxial epidermis. We can see that the mesophyll cell. Actually, these mesophyll cells are the parenchymatous cells with the chloroplast. That is the reason why we are calling what chlorenchyma. What is chlorenchyma? Parenchyma cells with the chloroplast. That is called a chlorenchyma. So this is one of the parenchymatous cells which contain chloroplast is present. That is the reason why the functions performed by this particular mesophyll or this leaf is what? Photosynthesis. Is it clear? Function endana photosynthesis aanu. We can see two type of cells where mesophyll part. So the mesophyll cells are differentiated into two type of cell. One is called palisade tissues or palisade mesophyll. Another one is called spongy mesophyll. Palisade and spongy mesophyll. Or we can say that palisade parenchyma and spongy parenchyma. These all are the parenchyma cells with the chloroplast. Okay. So the palisade parenchyma are found in where? Adaxial part of the epidermis. അതായത് അപ്പർ എപ്പിഡെർമിസിന്റെ അടുത്ത് കാണപ്പെടുന്ന സെല്ലുകളാണ് എന്തെന്ന് പറയുന്നത് പാലിസൈഡ് മീസോഫിൽ എന്നും അതുപോലെ തന്നെ ലോവർ എപ്പിഡെർമിസ് അബാക്സിയൽ സൈഡുകളിൽ കാണപ്പെടുന്ന സെല്ലുകളാണ് എന്തെന്ന് പറയുന്നത് സ്പോഞ്ചി പാരൻകൈമ എന്ന് പറയുന്നത്. സ്പോഞ്ചി പാരൻകൈമ ഓവൽ ഓർ റൗണ്ട് ഷേപ്പ് ആയിരിക്കും. അത് നോക്കിയാൽ അറിയാം ലൂസ്ലി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. there is an intercellular spaces അല്ലേ, ഇവിടെ നിറയെ സ്പേസുകൾ കാണപ്പെടുന്നത് അതൊരു ലൂസ്ലി അറേഞ്ച്മെന്റ് ആണ്. So the palisade parenchymas are found in where? Adaxial epidermis part or upper epidermis part. So that is made up of elongated cells arranged vertically and parallel to each other. Look, vertically arranged and parallel to each other. What type of cells? Palisade parenchyma cells. So this palisade parenchyma cells and spongy parenchyma cells together we can call mesophyll tissues. Is it clear? Between the spongy tissue what present? Large spaces is present and air cavity also present between the cells. Next one is vascular tissue system. What is vascular tissue system? It includes vascular bundle. They can be seen in the veins and midrib. നമ്മൾ പഠിച്ചു ലീഫിലെ ലാമിനയിലൂടെ പോകുന്ന വെയിൻസുകളും prominent central പാർട്ടിലൂടെ പോകുന്ന prominent വെയിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മിഡ്രിബ്. ഈ ഭാഗങ്ങളിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? വാസ്കുലാർ ബണ്ടിലുകൾ കാണപ്പെടുന്നുണ്ട്. ഡൈക്കോട്ട് പ്ലാന്റുകൾ എടുക്കുകയാണെങ്കിൽ ഡൈക്കോട്ട് പ്ലാന്റുകളുടെ വെയിന്റെ പ്രത്യേകത എന്താണ്? റെട്ടിക്കുലേറ്റ് വിനേഷനുകളായിരിക്കും കാണപ്പെടുന്നത് അല്ലെ. ഡൈക്കോട്ട് പ്ലാന്റുകൾ റെട്ടിക്കുലേറ്റ് വിനേഷനുകളായിരിക്കും കാണപ്പെടുന്നത്. ഇവിടെ വാസ്കുലാർ ബണ്ടിലുകൾ പ്രസന്റ് ആണ്. വാസ്കുലാർ ബണ്ടിലിൽ സൈലവും ഫ്ലോയും ഉണ്ട്. വാസ്കുലാർ ബണ്ടിലിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു thick layer cell വന്നിട്ടുണ്ട്. That is called bundle sheath cell. That is made up of parenchymatous cell. അപ്പോൾ parenchymatous cell ആയിട്ടുള്ള bundle sheath ആണ് vascular bundle നെ കവർ ചെയ്തുകൊണ്ട് അവിടെ വരുന്നത്. Here the vascular bundle is conjoined and closed. Closed vascular bundle എന്ന് പറയാൻ കാരണം എന്താണ്? Between the xylem and phloem there is no cambium. അപ്പോൾ vascular bundle ന്റെ കണ്ടീഷൻ എങ്ങനെയാണ് ഇവിടുത്തെ? Collateral conjoined closed vascular bundle ആണ്. ആ vascular bundle നെ സറൗണ്ട് ചെയ്തുകൊണ്ട് thick walled parenchymatous സെല്ലുകൾ ഉണ്ട്. That is called bundle sheath cell. Okay, so next we are discussing about the characteristic feature of monocot leaf. So monocot leaf in anatomy ആണ് പറയുന്നത്. So another name of the monocot leaf is called isobilateral leaf. Dicot leaf ന്റെ വേറൊരു പേര് എന്തായിരുന്നു? dorsiventral leaf. Monocot leaf ന്റെ വേറൊരു പേരാണ് isobilateral leaf. Here also there are three type of tissue system. One is epidermal tissue system, another one is ground tissue system, that is the mesophyll tissue system, then another one is the vascular tissue system. If you consider the anatomy of monocot leaf, we can see that there is an upper and lower epidermis that is covered with a thick layer of cuticle, thick layer of waxy coating, that is called cuticle. So cuticles are present in both sides. The same time upper and lower epidermis possess stomata. Upper side ilum lower side of the epidermis ilum endu kaanapadununde? Stomatagal kaanapadununde. In the case of monocot leaf, one of the special features are found on upper epidermis or adaxial epidermis, that is called a bulliform cells. But we can see that there bulliform cells. What is bulliform cells? Bulliform cells are the large empty colorless found in where? Upper epidermis. That is called a bulliform cell. When the bulliform cell absorb the water, this bulliform cell become turgid. That is the reason why the leaf surface is exposed. When they are flaccid due to water stress,
Due to the water stress, this particular bulliform cell become flaccid. Flaccid means shrink. So they make the leaves curl inwards to minimize the water loss. അത് എന്തിനു സഹായിക്കുന്നു? വാട്ടർ ലോസ് കാരണം വാട്ടർ ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ആ ലീഫിനെ അകത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കേൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. കേൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ചുരുട്ട് നിർത്തുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്ത്? ബുള്ളിഫോം സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ ബുള്ളിഫോം സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പർ എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന ലാർജ് എംപ്റ്റി കളർലെസ് സെല്ലുകളെയാണ് ബുള്ളിഫോം സെൽ എന്ന് പറയുന്നത്. അത് മോണോകോട്ട് പ്ലാന്റുകളിൽ എസ്പെഷ്യലി ഇത് ഗ്രാസുകളിലൊക്കെയാണ് എന്ത് കാണപ്പെടുന്നത്? ബുള്ളിഫോം സെല്ലുകൾ കാണപ്പെടുന്നത്. ബുള്ളിഫോം സെല്ലുകളിൽ വാട്ടർ എൻ്റർ ചെയ്താൽ അത് ടർജിഡ് ആവുകയും അത് ലീഫ് സർഫസിനെ എക്സ്പോസ് ചെയ്യുകയും ചെയ്യും. വാട്ടർ സ്ട്രെസ് കാരണം ആ ബുള്ളിഫോം സെൽ എന്തായി മാറുന്നുണ്ട്? ഫ്ലക്സിഡ് ആയി മാറുന്നുണ്ട്. The water stress, the bulliform cells become flaccid. Is it clear that bulliform cells are found in where? Upper epidermis part. Then another one of the part that is called mesophil part. The mesophil part in monopod leaf is not differentiated like dicot mesophil part. Dicot leaf ഉണ്ടല്ലോ, dicot ലീഫുകളിലെ മീസോഫിലുകൾ പോലെ ഇവിടത്തെ മോണോകോട്ട് ലീഫുകളിലെ മീസോഫിൽ എന്ത് ചെയ്തിട്ടില്ല? ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ എന്താണ്? പാരൻകൈമാറ്റസ് ആയിട്ടുള്ള സെല്ലുകൾ കൊണ്ടാണ് മീസോഫിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ എന്തുണ്ട്? ക്ലോറോപ്ലാസ്റ്റുകൾ കാണപ്പെടുന്നുണ്ട്. Then മോണോകോട്ട് ലീഫിന്റെ പ്രത്യേകത എന്താണ്? മോണോകോട്ട് ലീഫിന്റെ വെയിനുകൾ പാരലൽ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, the vascular bundle. If you consider the vascular bundle, we can see that here the vascular bundles are collateral, conjoined and closed vascular bundle. Collateral, conjoined and closed vascular bundle means xylem and phloems are found in one bundle. Between the xylem and phloem there is no cambium. That is the reason why closed vascular bundle we can see in where? Monocot leaf. In dicot leaf also closed vascular bundle, monocot leaf also closed vascular bundle. If you are going to differentiate between monocot leaf and dicot leaf, we can write one of the characteristic feature. Mesophil cell is differentiated in where? Dicot leaf. Monocot leaf there is no differentiation. Bulliform cells are present in where? Monocot leaf, but in dicot leaf absent. Vascular bundles are closed and collateral in both the case. This way we can compare the monocot leaf and dicot leaf. Dicot leaf examples of dicot leaf: hibiscus, mango, etc. Monocot leaf example: maize, rice. These all are the different type of monocot leaf. Even grasses, these all are the different type of monocot leaf. Is it clear? Next one, we are going to discuss about secondary growth or secondary thickening. We know that the increasing length of the axis by growth is called a primary growth. This particular primary growth takes place by the activity of apical meristem. We already learned about what is apical meristem, what is the functions performed by apical meristem. So that particular apical meristem is responsible for increasing the length of axis by the growth, that is called a primary growth. Then another one, some of the meristems are helping for the increasing the girth of the stem or root, that's by the activity of lateral meristem, that is called a secondary growth. So what is secondary growth? The increasing girth of the axis by growth. The increasing girth of the axis by growth, that is called a secondary growth. This particular growth takes place due to the activity of lateral meristem. Lateral meristem includes cork cambium and vascular cambium. With the help of the cork cambium and vascular cambium, that particular stems or root increase their girth or increase their thickness. That is called a secondary growth. So what is primary growth? The increasing length of the axis by growth is called primary growth. The increasing girth of the axis by growth is called secondary growth, or increasing the thickness of the axis by the growth, that is called a secondary growth. The primary growth takes place due to the activity of the apical meristem, and the secondary growth takes place by the activity of the lateral meristem. Lateral meristem include vascular cambium and cork cambium. Is it clear? The secondary growth takes place due to the activity of cork cambium, that is called a extrastellar secondary thickening. Extrastellar secondary thickening.
If that particular secondary growth takes place by the activity of cork cambium. Cork cambium is a kind of lateral meristem. If it is takes place the activity of the cork cambium, that is called extrastellar secondary thickening. If it is takes place by the activity of vascular cambium, such a type of secondary thickening is called a stellar secondary thickening or stellar secondary growth. Is it clear? So the secondary thickening takes place by the activity of lateral meristem. What are the lateral meristem? Cork cambium and vascular cambium. If that particular secondary thickening takes place by the activity of vascular cambium, we can call stellar secondary growth. If it is takes place by the activity of cork cambium, what we can call extrastellar secondary growth. We already know about what is steel and what is extrastellar part. Is it clear?